നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ ആവശ്യമില്ലാതെ തല്ലി. തല്ലലെന്ന് പറഞ്ഞ് കയ്യിൽ കയറി പിടിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. നമ്മുടെ ഭർത്താവ് നമ്മളെ തല്ലി, ആര് പറഞ്ഞതല്ല? നമ്മൾ ഹേർട്ട് ചെയ്യാൻ ആര് പറഞ്ഞത്? ആരെ പറയുന്നത് ഇത് നിന്നു കൊടുക്കാൻ? നമ്മളില്ലെങ്കിൽ ഒന്നുമില്ല. നമ്മളുണ്ടെങ്കിലേ നമുക്ക് എന്തുള്ളൂ. നമ്മളുണ്ടെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസമുള്ളൂ, നമുക്ക് ആരോഗ്യമുള്ളൂ, നമ്മുടെ കുഞ്ഞുങ്ങൾ, ഭർത്താവ്, നമ്മുടെ കുടുംബം എന്തുള്ളൂ. ഇവിടുത്തെ പ്രശ്നം എന്താ? ഒരു വശത്ത് കുറേ മനുഷ്യർ വേദനയിൽ ജീവിക്കുക. ആ വേദനയ്ക്ക് കാരണം അവരുടെ ഉള്ളിലെ സ്നേഹവും ഭക്തിയും. എന്ത് കാര്യമുണ്ട്? ഭക്തിയും സ്നേഹവും നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഒരാൾ നിങ്ങളെ നശിപ്പിക്കാൻ വരുന്നുണ്ടെങ്കിൽ, നിങ്ങളെ തകർക്കാൻ വരുന്നുണ്ടെങ്കിൽ, നിരന്തരം നിങ്ങളെ തകർക്കാൻ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ 2 or 3 വട്ടം ക്ഷമിച്ചു എന്നിട്ടും വരുന്നുണ്ടെങ്കിൽ, ഗായത്രി, അത് നമ്മുടെ ശത്രുവാണ്. ശത്രുവായിട്ട് തന്നെ കാണണം. ശത്രുവിനെ ഇല്ലാണ്ടാക്കേണ്ടത് നമ്മുടെ ജീവിതം നിലനിൽക്കാൻ വേണ്ടി നമ്മളോട് ചെയ്യുന്ന കടമകളിലൊന്ന്. മനസ്സിലാവുന്നുണ്ടോ? ആ കടമ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇത് ആരാണ് ചെയ്യുന്നത്? നമ്മൾ ഏതെങ്കിലും കയറിൻ്റെ തുമ്പത്തോ ഏതെങ്കിലും വിഷക്കുപ്പിയിലോ നമ്മൾ തീരും. ആർക്ക് പോവും? ശത്രു ജയിക്കും. മനസ്സിലാവുന്നുണ്ടോ? എന്തിനാണ് ഇനി ഒരാൾക്ക് നമ്മളോട് ശത്രു തോന്നാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. നമ്മൾ വളരെ മനോഹരമായി സംസാരിക്കുകയോ വളരെ മനോഹരമായി പെരുമാറുകയോ നല്ല കഴിവുള്ളൊരു വ്യക്തിയാവുകയോ നമ്മുടെ ബന്ധുക്കാരുടെ ഇടയിൽ നമ്മളെ നല്ല സ്നേഹമുള്ളൊരു വ്യക്തിയാവുകയോ ഇവിടെ മുതലൊക്കെ നമുക്ക് ശത്രുത ജനിക്കും. ശത്രുവിനോട് അതേ മനോഭാവത്തിലല്ല പെരുമാറേണ്ടത്. ശത്രുവിനെ തകർക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ അത് നമ്മൾ ശത്രുതാ മനോഭാവം നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടല്ല നമ്മൾ തകർക്കേണ്ടത്. ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ശത്രു മനോഭാവം വെച്ചിട്ട് ഗായത്രി പെരുമാറാൻ തുടങ്ങിയാൽ ഗായത്രിക്ക് ശത്രുവിൻ്റെ അതേ ക്യാരക്ടറും അതേ വൈകല്യങ്ങളും വരാൻ തുടങ്ങും. അങ്ങനെയല്ല, ഇതെൻ്റെ ശത്രുവാണ്, എനിക്കത് നേരിട്ടേ പറ്റൂ. അതിന് ഞാൻ അവനെ തകർക്കാനോ അല്ലെങ്കിൽ അവനെ വെല്ലുവിളിക്കാനോ പോലും വേണ്ട. എനിക്ക് മറ്റ് പല വഴികളുണ്ട്. ശാരീരികമായിട്ട് കായികമായിട്ടല്ല പറയുന്നത്. നമ്മുടെ ഈശ്വരൻ ആരാണോ, നമ്മുടെ എനർജി എന്താണോ അതിനെ ഡെവലപ്പ് ചെയ്താൽ മാത്രം മതി. ശത്രു തന്നെ ഇല്ലാണ്ടായി പോകും.